അപ്പൊ ഇതൊരു സൂയിസൈഡ് മിഷൻ ആയിട്ടാ ഞങ്ങൾ പോണത്. ഹോർമൂസ് ഇന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങ ഹോർമൂസ് ക്രോസ് ചെയ്യാൻ പോയാണ്. ഞങ്ങളുടെ ഒരാളുടെ കൺസേൺ ഇല്ലട്ടാ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്. ഇന്ന് വെളുപ്പിന് അറ്റാക്ക് നടന്നതില് മോളിലത്തെ റേഡിയോയില് ചീഫ് ഓഫീസർ കേട്ടാണ്, ഇനി ഏതെങ്കിലും ഇഫ് എനിബഡി ഈസ് ട്രൈയിങ് ടു ക്രോസ് ഹോർമൂസ് വി വിൽ ബ്ലാസ്റ്റ്. ഇന്ന് രാത്രി അറിയാൻ പറ്റും എന്താണെന്ന്. എനിക്കറിയില്ല ഏത് കപ്പലാണ് അതിൽ ക്രോസ് ചെയ്യണേന്ന്, എന്ത് കണ്ടിട്ടാണ് ഞങ്ങ മുന്നോട്ട് പോണേന്ന്. ഞങ്ങളുടെ അവസ്ഥയാണിത്. ഇതുപോലെ എത്ര പേരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കടലില്. അപ്പൊ എല്ലാരും പ്രാർത്ഥന വേണം. ഇനി എനിക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റൂല. ഞാൻ അകത്തോട്ട് പോയാണ്. അറിയില്ല, കിടന്നിട്ട് ഉറക്കമല്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി ഈ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പൊ ഞങ്ങൾ ഇതിലായിരിക്കും ഞങ്ങ കപ്പലിൽ എന്തെങ്കിലും പറ്റിയാല് ഞങ്ങ രക്ഷപ്പെടാൻ പോണത്. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഒരു 10 മിനിറ്റ് പിടിക്കോട്ടാ. ഇതൊക്കെ സെറ്റ് ചെയ്ത് നിലത്തോട്ടിറങ്ങി രക്ഷപ്പെടാനുണ്ട്. അതിന്റെ ഇടയിൽ ഇത് ലൈഫ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത് ഞങ്ങ മെയിൻ സ്ഥലത്ത് നിന്ന് മാറ്റി എത്രയും അടുത്തുള്ള സ്ഥലത്തേക്ക് വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്. ഹോർമൂസിൽ അറ്റാക്ക് നടന്നിട്ട് ഞങ്ങളോട് കമ്പനിയും ക്യാപ്റ്റനും പറയണത് ഉള്ളിലോട്ട് പോയിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ്. ഇന്ന് വെളുപ്പിന് അറ്റാക്ക് നടന്നതിൽ മോളിലത്തെ റേഡിയോയില് ചീഫ് ഓഫീസർ കേട്ടാണ്, ഇനി ഏതെങ്കിലും ഇഫ് എനിബഡി ഈസ് ട്രൈയിങ് ടു ക്രോസ് ഹോർമൂസ് വി വിൽ ബ്ലാസ്റ്റ്. അങ്ങനെയാണ് ഈ ഇവിടുത്തെ റേഡിയോയിലും കാര്യങ്ങളൊക്കെ കേട്ടത്. ഞങ്ങൾ എല്ലാവരും പേടിച്ച് പണ്ടാറടങ്ങിയിരിക്കേണ്ട. അറിയില്ല എന്ത് സംഭവിക്കുമെന്ന്. ഇതൊരു സൂയിസൈഡ് മിഷൻ ആയിട്ട് ഇതൊരു മണ്ടത്തരൊന്ന് 100 പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ക്യാപ്റ്റനോടും കമ്പനിയോടും പറയണം. എന്നിട്ടും അവർ കേൾക്കണില്ല. 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വാർണിംഗ് തരും, തിരിച്ചു പൊക്കോളാൻ പറയും. 2, വാർണിംഗ് ഒന്നും തരാണ്ട് ഡയറക്റ്റ് ഇതിലെ മിസൈല ഡ്രോൺ ഇടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇന്ന് ഏതെങ്കിലും 2 കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിക്കും. ഇനി എനിക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റൂല. ഞാൻ അകത്തോട്ട് പോയാണ്. അറിയില്ല, കിടന്നിട്ട് ഉറക്കമല്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി ഈ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പൊ ഇന്ന് രാത്രി അറിയാൻ പറ്റും എന്താണെന്ന്. എനിക്കറിയില്ല ഏത് കപ്പലാണ് അതിൽ ക്രോസ് ചെയ്യണേന്ന്, എന്ത് കണ്ടിട്ടാണ് ഞങ്ങ മുന്നോട്ട് പോണേന്ന്. അപ്പൊ ക്യാപ്റ്റനും കമ്പനിയാണ് ഇതിന്റെ ഫുൾ ഉത്തരവാദിത്യം ഏറ്റെടുക്കേണ്ടത്. ഞങ്ങൾക്ക് 1.5 മാസത്തെ എക്സ്ട്രാ ശമ്പളം ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടാ. എന്നിട്ട് ഞങ്ങൾ പറയും പറ്റില്ല എന്ന് പറയും. കാരണം എന്ന് വെച്ചാല് ഇന്ന് വെളുപ്പിന് ഒരു കപ്പല് അറ്റാക്ക് ചെയ്തോളൂ. പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോണത്? ഞങ്ങളുടെ അവസ്ഥയാണിത്. ഇതുപോലെ എത്ര പേരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കടലില്. അപ്പൊ എല്ലാരും പ്രാർത്ഥന വേണം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നറിയാൻ പറ്റും. എല്ലാവരോടും ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സ്ഥലത്താണ് മിസൈൽ അറ്റാക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉള്ളിലോട്ട് പോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എന്റെ ലൈഫ് ജാക്കറ്റ് എടുക്കട്ടെ. കാരണം വേറെ ഒന്നല്ല, എന്റെ സർട്ടിഫിക്കറ്റും പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിലാക്കണം. ഈ പ്ലാസ്റ്റിക് കവറിൽ ആക്കിയിടാൻ പോവുകയാണ്. വേറെ ഒന്നല്ല, കപ്പല് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോർമൂസിലോട്ട്. ഇത് കപ്പല് മുങ്ങി എന്തെങ്കിലും പറ്റിയാൽ സർട്ടിഫിക്കറ്റ് ഒന്നും പറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞാനിത് എന്റെ കൂടെ കൊണ്ടുപോകാൻ പോയാണ് പണിക്ക്, അല്ലാണ്ട് ശരിയാവൂല. അപ്പൊ എന്റെ ലൈഫ് ജാക്കറ്റും എന്റെ ബാഗ് ഞാൻ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സമൂസ വറക്കുന്നുണ്ട്, ചിക്കൻ സ്പെഗഡിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും വേണമെങ്കിൽ അറ്റാക്ക് ഉണ്ടാവാം. അപ്പൊ അതിന്റെ സൈഡിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാക്കിയാൽ അപ്പൊ ഇതൊക്കെ എടുക്കാൻ റൂമിലോട്ട് പോകുന്ന ടൈമിലായിരിക്കും നമുക്ക് എന്തെങ്കിലും പറ്റുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഈ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് ആരും ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സമൂസയും സ്പെഗഡിയും ചിക്കൻ സ്പെഗഡിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ 2 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് നമ്മുടെ കപ്പലിൽ ഇറാഖിൽ നിന്ന് ലോഡ് ചെയ്തേക്കണത്. അപ്പൊ ഇത്രയും ലോഡ് ചെയ്തേക്കണ കപ്പലില് ഒരു മിസൈൽ വീണ എന്തായിരിക്കും അവസ്ഥ, എന്ത് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവണം. അപ്പൊ എപ്പോ വേണമെങ്കിലും ഒരു സെക്കൻഡ് പോലും നമ്മ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ലൈഫ് ജാക്കറ്റ് എന്റെ ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ കൊണ്ടുവന്ന് നടക്കണ്ടട്ടാ. അപ്പൊ ഇന്ന് രാത്രി 9 മണിക്കാണ് ക്രോസ് ചെയ്യണത്. അപ്പൊ അറിയാം എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ എന്റെ പണി എടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.